നമസ്കാരം. ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ അപ്ഡേഷൻ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. എന്നെ ഫോളോ ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ ആളുകളും ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി എന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയധികം ഫോളോവേഴ്സൊക്കെ കയറിയത്. പക്ഷേ കുറച്ച് നാളായിട്ട് എനിക്ക് അതിനെപ്പറ്റി പുതിയ അപ്ഡേഷൻസ് ഒന്നും തരാൻ സാധിച്ചില്ല. കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും എൻ്റെ ജോലി തിരക്കുകളാണ്. ഈ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് സ്വന്തം ജോലികൾ നോക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതൊന്നാമത്തെ കാരണം. നിലവിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റികൾ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. വളരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കമ്പനികളിൽ അവർ കുറച്ച് പണം ഇടുകയും അതിനുശേഷം കുറച്ച് നാൾ വളർന്നു കഴിയുമ്പോൾ VC വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവർ ഈ ഷെയറുകൾ വാങ്ങുന്ന സമയത്ത് ഇവരുടെ കയ്യിലുള്ള ഷെയറുകൾ കുറച്ചധികം വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിലുള്ള പ്രൊസീജിയർ. എൻട്രി ആൻഡ് എക്സിറ്റ് അതുമാത്രമല്ലാതെ മറ്റ് പല പാർട്ണർഷിപ്പ് മെത്തേഡുകളിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാനും എന്തൊക്കെയാണ് പ്രോബബിലിറ്റി. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇടുന്ന ആളുകളുടെ, ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും, ചെറിയതാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഈ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്ന തലത്തിൽ എങ്ങനെ ഈ പൈസയ്ക്ക് സേഫ്റ്റി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തയാളുടെ പൈസയ്ക്ക് എങ്ങനെ സേഫ്റ്റി ഉണ്ടാക്കാം, ഇത്തരം കാര്യങ്ങളിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വർക്കായിട്ട് പുറകിൽ ചെയ്യാനുമുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം എടുത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എക്സ്പെൻസൊക്കെ ഇപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കോളുകളും വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഈ കേസിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. മീൻസ് നിങ്ങൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് വക്കീലന്മാരും കുറച്ച് CA ഇപ്പോൾ ഓൾറെഡി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരെയും ഒക്കെ അസോസിയേറ്റ് ചെയ്യണം. ഒന്ന് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയിട്ടില്ല. അവരെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമുക്കൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി, അതായത് ഈ പറയുന്ന വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമല്ലാതെ ചെറുതായി, പണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞ പോലെ കുതിരേനെ മേടിക്കാൻ പൈസ വെച്ച് വരുന്നവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി, അതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അസ്തമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻസ് എല്ലാം ഇട്ട് നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പയ്യെ നമുക്കൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ അപ്ഡേഷൻ വന്ന് പറയേണ്ട സമയമായി എന്ന് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ വന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ കാണുന്നതിനും ഇത്തരത്തിലുള്ള നമ്മുടെ ആശയങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം നന്ദി. താങ്ക് യു.